ഹായ്, നമ്മളിന്നൊരു അയലക്കറി വെക്കാൻ പോവുകയാണേ. തേങ്ങ അരച്ച് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട്. അപ്പം ഞാൻ വന്നപ്പോഴേ അമ്മ ഇത് വെട്ടി വെച്ചു. അപ്പം നമുക്കത് ചെറിയ കഷ്ണമാക്കി ഒന്ന് കറി വെച്ച് നോക്കാം. മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം തേങ്ങ അരച്ച്. അപ്പം ഞാനൊരു മുറി തേങ്ങ, ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, 3-4 ചെറിയ ഉള്ളി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കേട്ടോ. എനിക്ക് ഉലുവാപ്പൊടി ഇല്ലായിരുന്നു, അപ്പോൾ ഉലുവ ഇട്ടരയ്ക്കാൻ. പിന്നെ മാങ്ങയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ എല്ലാം റെഡിയാക്കി നമുക്കത് ചട്ടിക്കകത്തോടൊന്ന് അരിഞ്ഞിടാം. മീൻ ഞാനാണെങ്കിൽ മുറിച്ചു, അരപ്പും നല്ല വൃത്തിക്ക് അരച്ച് മഷി പോലെ അരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഈ ചെറിയ ചെറിയ വീഡിയോകളും ചെറിയ ചാനലുള്ളവർ. അപ്പോൾ ദേ നമ്മുടെ മാങ്ങ നന്നായിട്ട് വിളഞ്ഞതാണേ. അപ്പോൾ ഞാനോർത്ത് പുളി കാണത്തില്ലെന്ന് ഞാൻ ചെത്തിയപ്പോൾ ഒന്ന് നോക്കി, എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ പുളിയുണ്ടോയെന്ന്. അയ്യോ, ഭയങ്കര പുളിയാണ്, നല്ല പുളിയുണ്ട്, ശരിക്കും പുളി. എന്നാലും നമുക്ക് അരിഞ്ഞിടാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മാങ്ങാണ്ടി ഇടും കേട്ടോ. അതങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ ചോറിനകത്ത് ഇങ്ങനെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് നമുക്ക് അരപ്പും കൂടെ ഒഴിക്കാം. കണ്ടോ, നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ അരച്ചൊഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടുപ്പേ വെച്ചൊന്ന് തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് മീനിടാം. ഞാൻ ഉപ്പ് ആദ്യമേ ഇട്ടായിരുന്നേ, എന്നാലും ഞാൻ ഇച്ചിരിയും കൂടെ വേണമെന്ന് ഇട്ടതാണ്. ഒന്ന് തിളയ്ക്കട്ടെ. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വേകാൻ തുടങ്ങട്ടെ. അപ്പം നല്ലതായിട്ട് അരപ്പ് തിളച്ച് ഞാൻ മീൻ കഷ്ണം പറക്കിയിടുവാണേ. എന്നിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിന് നല്ല കപ്പ വെന്തതോ ചക്കയോ ഒക്കെ വേണം നല്ലതായിട്ട്. പക്ഷേ ഇന്ന് കപ്പയില്ല, ചക്കയില്ല. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല പുളിയുള്ള മീൻകറി. ഇത് തിളച്ചപ്പോഴേ മാങ്ങയുടെ പുളിയുടെ ആ ഒരു സ്മെല്ല് നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുളിയാണ്. അപ്പം നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം. കണ്ടോ, നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് വറ്റി, ചാറൊക്കെ കുറുകി, മുരിങ്ങയ്ക്കയും മാങ്ങയും ഒക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ദേ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം. നമുക്ക് തണുക്കുന്നുടനെ എടുത്ത് കൂട്ടാം. കണ്ടോ, നമ്മുടെ മീൻകറിയുടെ കളറൊക്കെ സൂപ്പറല്ലേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.